വീണ്ടും വീണ്ടാമതും അറക്കലിന്റെ മനക്കലേക്ക് സ്വാഗതം. ഇവിടെ കഴിഞ്ഞ 5 വർഷത്തെ പബ്ലിക് എക്സാമിൽ 4 വർഷത്തെ പബ്ലിക് എക്സാമിനും ചോദിച്ച ഒരു ഇമ്പോർട്ടന്റ് ചോദ്യമാണ് ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വെറും 4 മിനിറ്റ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, 4 മാർക്ക് സെറ്റ് ആക്കാം. ഇതാ പിടിച്ചോ. അതായത് ചോദ്യം ഇതാണ്: അനലൈസ് ദ ഹിന്റ് ഗിവൺ ഇൻ ദ ബോക്സ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. അതായത് എന്തോ ഒരു സൂചന ഇവിടെ തന്നിട്ടുണ്ട്, എന്നിട്ട് ബാക്കി നിങ്ങൾ എന്ത് ചെയ്യണം, അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യണം, ആൻസർ ചെയ്യണം. സൂചന ഇതാണ്: ഇറ്റ് ഈസ് കോസ്ഡ് ബൈ ദ അൺകൺട്രോൾഡ് ഡിവിഷൻ ഓഫ് സെൽസ് ആൻഡ് ദർ സ്പ്രെഡ് ടു അതർ ടിഷ്യൂസ്. ഈ ഒരു ഡിസീസ് ഉണ്ടാവുന്നത് അൺകൺട്രോൾഡ് ഡിവിഷൻ ഓഫ് സെൽസിന്റെ കോശങ്ങളുടെ അൺകൺട്രോൾഡ് ഡിവിഷൻ, അനിയന്ത്രിതമായ കോശവിഭജനം വഴിയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു രോഗം ഉണ്ടാവുന്നത്. അനിയന്ത്രിതമായ കോശവിഭജനം വഴിയാണ് ഈ രോഗം ഉണ്ടാകുന്നത്. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും അത് ഏതാ രോഗം എന്നുള്ളത്. എന്നിട്ട് എന്ത് ചെയ്യുന്ന അറിയോ, ആ അനിയന്ത്രിതമായ കോശവിഭജനത്തിലൂടെ രൂപപ്പെടുന്ന കോശങ്ങൾ എന്ത് ചെയ്യുന്നു, സ്പ്രെഡ് ടു അതർ ടിഷ്യൂസ്, മറ്റു കലകളിലേക്ക്, ഇതര കലകളിലേക്ക്, അപ്പുറത്തുള്ള ടിഷ്യൂസിലേക്ക് ഇത് എന്ത് ചെയ്യുന്നു, വ്യാപിക്കുന്നു. ഏതാണ് ഈ രോഗം? നിങ്ങൾക്കറിയാം. പറഞ്ഞോളൂ, ഏതാണ് ആ രോഗം? ക്യാൻസർ. വിച്ച് ഡിസീസ് ഈസ് മെൻഷൻഡ് അബോവ്? രോഗം ഏതാണ്? ക്യാൻസർ. ക്യാൻസർ ആണ് രോഗം. ഓക്കെ, 1 മാർക്ക് കിട്ടി. എന്നാൽ രണ്ടാമത്തെ ചോദ്യം ഇതാണ്. രണ്ടാമത്തെ ചോദ്യം: വാട്ട് ആർ ദ കോസ് ഓഫ് ദിസ് ഡിസീസ്? എന്താണ് ഈ രോഗത്തിന്റെ കാരണം? ഈ രോഗത്തിന്റെ കാരണം എന്തൊക്കെയെന്നുള്ളതാണ് ഞാനിവിടെ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. ഈ രോഗത്തിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്നെങ്കിൽ പാരിസ്ഥിതിക ഘടകങ്ങളായിരിക്കാം, എൻവിറോൺമെന്റൽ ഫാക്ടേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ സ്മോക്കിംഗ്, പുകവലി ആയിരിക്കാം, അല്ലെങ്കിൽ റേഡിയേഷൻസ്, വികിരണങ്ങളായിരിക്കാം, വൈറസ് ആവാം, ഹെറിഡിറ്ററി ഫാക്ടേഴ്സ്, പാരമ്പര്യ ഘടകങ്ങളാവാം. ഇനി അതല്ലെങ്കിൽ വേറെയും ഒരു സാധനം ഉണ്ട്, ആൽക്കഹോൾ, ലഹരി ആവാം. ഓക്കെ, ആൽക്കഹോൾ അല്ലെങ്കിൽ മദ്യമാവാം. ആൽക്കഹോൾ. ഓക്കെ, ഒരു ഓട്ടം എടുത്തു. ആൽക്കഹോൾ. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് എന്തുണ്ടാവാം, ക്യാൻസർ ഉണ്ടാവാം. എന്തുണ്ടാവാം? ക്യാൻസർ ഉണ്ടാവാം. ഏതെങ്കിലും ഒരു 2 കാരണം മാത്രങ്ങൾ മെൻഷൻ ചെയ്യുക. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള 2 കാരണം ഞാൻ ഇവിടെ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാം. 1 വൈറസ്, 2 സ്മോക്കിങ്. പുകവലിയും വൈറസും സിമ്പിളായിട്ട് ഓർത്ത് വെക്കാൻ പറ്റിയ സാധനങ്ങളാണ്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ആൻസർ നമ്മൾ ചെയ്തു. ഇനി മൂന്നാമത്തെ ചോദ്യം: ഏർലി ഡയഗ്നോസിസ് ഈസ് ക്രൂഷ്യൽ ഇൻ ദ ട്രീറ്റ്മെന്റ് ഓഫ് ദിസ് ഡിസീസ്. വൈ? അതായത് നേരത്തെ തന്നെ ഈ രോഗം തിരിച്ചറിയുന്നത് ഈ ഒരു ഡിസീസിന്റെ ട്രീറ്റ്മെന്റിന്, അതിന്റെ ചികിത്സക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വൈ? എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. അതായത് രോഗം മൂർച്ഛിച്ച അവസ്ഥയിൽ, രോഗം ഭയങ്കര സീവിയർ ആയി കഴിഞ്ഞാൽ പിന്നെ റിക്കവറി എന്താണ്, ഹൈലി ഡിഫിക്കൽട്ടാണ്. പിന്നെ റിക്കവറി, രോഗമുക്തി അല്ലെങ്കിൽ അയാളെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് പ്രയാസകരമാണ്. അതുകൊണ്ടാണ് ഏർലി ഡയഗ്നോസിസ്, അതായത് നേരത്തെ തന്നെ രോഗം തിരിച്ചറിയുന്നത് വെരി ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്. കാരണം കുറേ കഴിഞ്ഞിട്ടാണ് ഇത് തിരിച്ചറിയുന്നതെങ്കിൽ, ക്യാൻസറിൻ്റെ ഏറ്റവും ലാസ്റ്റ് സ്റ്റേജിൽ എത്തിയിട്ടാണ് ഇത് അറിയുന്നതെങ്കിൽ നമുക്ക് പിന്നെ അവരെ റിക്കവറി ചെയ്ത് കൊണ്ടുവരാൻ കഴിയില്ല. നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞാൽ നമുക്ക് ഇതിന് എന്ത് ചെയ്യാൻ പറ്റും, റിക്കവറി ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. നമ്മളെ യുവരാജ് സിംഗ് ഉണ്ട്, പണ്ടത്തെ ഒരു ക്രിക്കറ്റ് പ്ലെയറാണ്. 6 പന്തിൽ 6 സിക്സ് അടിച്ച് ഇന്ത്യൻ ക്രിക്കറ്റിലെ ഭയങ്കര കില്ലാടിയായിട്ടുള്ള ഒരു പ്ലെയറാണ് യുവരാജ് സിംഗ്. യുവരാജ് സിംഗിന് ഇതുപോലെ ക്യാൻസർ ഉണ്ടായിരുന്നു. നേരത്തെ ഡയഗ്നോസ് ചെയ്തു. യുവരാജ് സിംഗിനെ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, റിക്കവർ ചെയ്യാൻ പറ്റി. വീണ്ടും അദ്ദേഹം ഫീൽഡിൽ ഇറങ്ങിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു സംഭവമാട്ടോ, അത് വേറെ തന്നെ വിഷയം. പോട്ടെ. ഇനി എൻ്റെ അടുത്ത ചോദ്യം, വെറുതെ ചുമ്മാ ഒരു ചോദ്യം, അതായത് ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റുകൾ ഏതൊക്കെ? അങ്ങനെ ഒരു ചോദ്യം കൂടി ഇവിടുന്ന് വേണമെങ്കിൽ വരാം. അത് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ, ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് പ്രധാനമായിട്ടും ഏതാണ്? 3 തരത്തിലാണ്. 1 സർജറി അല്ലെങ്കിൽ അതിൻ്റെ മലയാളം എന്താണ്, ശസ്ത്രക്രിയ. 2 നിങ്ങൾ തന്നെ പറഞ്ഞോളി. 2 റേഡിയേഷൻ തെറാപ്പി. എന്ത് തെറാപ്പി? റേഡിയേഷൻ തെറാപ്പി, അതായത് വികിരണ ചികിത്സ. എന്ത് ചികിത്സ? വികിരണ ചികിത്സ. മൂന്നാമത്തത് കീമോതെറാപ്പി അല്ലെങ്കിൽ രാസചികിത്സ. ഈ 3 ചികിത്സകളും എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ അല്ലേ? ഇനി അങ്ങനെയെങ്കിൽ നിങ്ങളിതാ താഴെ എന്ത് ചെയ്യണം, ഒരു ക്വസ്റ്റ്യനിൻ്റെ ആൻസർ കമൻറ്റ് ചെയ്യണം. HIV ബാധിക്കുന്ന കോശാംഗം ഏത്? വിച്ച് സെൽ അഫക്റ്റഡ് ബൈ ദ HIV വൈറസ് ബാധിക്കുന്ന കോശാംഗം ഏത്? ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. സോ വീണ്ടും കാണാം. നിങ്ങളുടെ സ്വന്തം ബഹുമാനപ്പെട്ട ഫസിൽ സർ. ഗുഡ് ബൈ.